യുകെ കലാപത്തിന്റെ കാരണം എങ്ങനെയാണ് ഒരു ദുരന്തം രാജ്യവ്യാപകമായ അശാന്തിക്ക് കാരണമായത്? ഇന്ന് നമ്മൾ ഒരു വളരെ ഗൗരവമേറിയ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നു. യുകെയിൽ അടുത്ത കാലത്ത് നടന്ന വൻ കലാപങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സൗത്ത് പോർട്ടിൽ നടന്ന ഒരു ദുരന്തകരമായ സംഭവം രാജ്യത്തെ ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും വലിയ അക്രമത്തിലേക്ക് നയിച്ചു. എന്തായിരുന്നു ആ സംഭവം? എന്തുകൊണ്ടാണ് ഇത്ര വലിയ അളവിൽ പ്രതിഷേധങ്ങളും കലാപങ്ങളും ഉണ്ടായത്? ഇതെല്ലാം നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇംഗ്ലണ്ടിന്റെ വടക്കൻ തീരത്തുള്ള സൗത്ത് പോർട്ടിൽ ജൂലൈ 29 ആരംഭിച്ച ഈ ദാരുണ സംഭവം ടൈലർ സ്വിഫ്റ്റിനെ ആസ്പദമാക്കി നടന്ന ഒരു നൃത്തയോഗ പരിപാടിക്കിടെയാണ്. ഈ പരിപാടിക്കിടെ 3 പെൺകുട്ടികൾ ബെബെ കിംഗ്, എൽസി ഡോട്ട് സ്റ്റാൻകോംബ്, ആലിസ് സിൽവ അഗ്യാർ കുത്തേറ്റു മരണമടഞ്ഞു. കൂടാതെ മറ്റ് 8 കുട്ടികൾക്കും 2 മുതിർന്നവർക്കും പരിക്കേറ്റു. തൊട്ടടുത്ത ഗ്രാമത്തിൽ നിന്നുള്ള 17 വയസ്സുകാരനെ പിന്നീട് അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിന് തീവ്രവാദ ബന്ധമില്ലെന്ന് പോലീസ് ഉടൻ സ്ഥിരീകരിച്ചു. എന്നിരുന്നാലും ഉടൻ തന്നെ സോഷ്യൽ മീഡിയ തെറ്റായ അവകാശവാദങ്ങളുമായി പൊട്ടിത്തെറിച്ചു. സംശയിക്കുന്നയാൾ അഭയാർത്ഥി ആണെന്ന തെറ്റായ സന്ദേശം പ്രചരിക്കാൻ തുടങ്ങി. ചിലർ അയാൾ മുസ്ലിമാണെന്ന് കിംവദന്തികൾ പോലും പ്രചരിപ്പിച്ചു. ഈ അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങൾ ഓൺലൈനിൽ വിദ്വേഷവും വെറുപ്പും വളർത്തി. ഇത് അക്രമാസക്തമായ പ്രതികരണങ്ങളുടെ ഒരു തരംഗത്തിന് കാരണമായി. ആക്രമണത്തിന് ശേഷം വൈകുന്നേരത്തോടെ സൗത്ത് പോർട്ടിൽ നടന്ന ജാഗ്രതാനിർദ്ദേശം അക്രമാസക്തമായി. കലാപകാരികൾ ഒരു പ്രാദേശിക മുസ്ലിം പള്ളിയെ ലക്ഷ്യം വെച്ചു ഒരു പോലീസ് വാൻ തീയിട്ടു. ഡസൻ കണക്കിന് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. അവിടെ നിന്നും അക്രമം പടർന്നു പന്തലിച്ചു. ഇംഗ്ലണ്ടിലും നോർത്തേൺ അയർലൻഡിലുടനീളം പ്രതിഷേധങ്ങളും കലാപങ്ങളും പൊട്ടിപ്പുറപ്പെട്ടു. പലപ്പോഴും ഈ ആക്രമണങ്ങൾ ലക്ഷ്യമിട്ടത് പള്ളികളെയും അഭയാർത്ഥികളുടെ താമസസ്ഥലങ്ങളെയുമായിരുന്നു. ലണ്ടൻ, ഹാർട്ട്ലെപൂൾ, മാഞ്ചസ്റ്റർ, ബെൽഫാസ്റ്റ് തുടങ്ങിയ നഗരങ്ങളിൽ സ്ഥിതിഗതികൾ വേഗത്തിൽ വഷളായി. അഭയാർത്ഥികൾക്കെതിരായ പ്രതിഷേധങ്ങളായി തുടങ്ങിയത് വലിയ തോതിലുള്ള അക്രമമായി മാറി. വലതുപക്ഷ ഗ്രൂപ്പുകളും ഓൺലൈനിൽ പ്രചരിപ്പിച്ച തെറ്റായ വിവരങ്ങളും ഇതിന് പ്രേരണ നൽകി. ഈ കലാപങ്ങൾക്ക് പ്രധാനമായും ഇന്ധനം നൽകിയത് വലതുപക്ഷ പ്രവർത്തകരായിരുന്നു. അതിൽ പിരിച്ചുവിട്ട ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗിന്റെ ഇഡിയൽ അനുയായികളും ഉൾപ്പെടുന്നു. ടെലിഗ്രാം, എക്സ്, മുമ്പ് ട്വിറ്റർ എന്നീ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ ഗ്രൂപ്പുകൾ ആക്രമണത്തെക്കുറിച്ചുള്ള തെറ്റായ വാർത്തകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ദേശവ്യാപക പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്തു. വിദേശത്തായിരുന്ന വലതുപക്ഷ പ്രവർത്തകനായ ടോമി റോബിൻസൺ തന്റെ സ്വാധീനം ഉപയോഗിച്ച് അക്രമത്തിന് തുടക്കം കുറിച്ചു. അദ്ദേഹത്തിന്റെയും മറ്റുള്ളവരുടെയും പ്രവർത്തനങ്ങൾ രാജ്യത്തുടനീളം വ്യാപകമായ അശാന്തിക്ക് ഇന്ധനം നൽകി. ഫലം ദുരന്തകരമായിരുന്നു. 100-ലധികം പോലീസുകാർക്ക് പരിക്കേറ്റു. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. ഭീതിയിലാണ് ജനങ്ങൾ. നിർഭാഗ്യവശാൽ വലതുപക്ഷ കലാപകാരികൾ മാത്രമല്ല പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. അവരെ പിന്തുണയ്ക്കുന്ന സാധാരണക്കാരും കുടുംബങ്ങളും അതിക്രമത്തിൽ പങ്കെടുക്കുന്ന കാഴ്ച പല ഇടങ്ങളിലും കണ്ടു. എന്നിട്ടും ഈ അരാജകത്വത്തിനിടയിൽ പ്രതീക്ഷയുടെ തിരിനാളങ്ങളും ഉണ്ടായിരുന്നു. യുകെയിലുടനീളമുള്ള സമൂഹങ്ങൾ ഐക്യത്തിന്റെ കരുത്ത് പ്രകടിപ്പിച്ച് സമാധാനപരമായ പ്രതിഷേധങ്ങളും പരിസരശുദ്ധീകരണ പ്രവർത്തനങ്ങളും നടത്തി. നിരവധി പട്ടണങ്ങളിൽ അക്രമത്തെ നിരാകരിച്ച് ബാധിതരെ സഹായിക്കാൻ വലിയൊരു ജനവിഭാഗം തെരുവിലിറങ്ങി. യുകെ സർക്കാരും പോലീസും കലാപകാരികളോട് കടുത്ത നിലപാട് സ്വീകരിച്ചു. ഇതുവരെ 600-ലധികം പേരെ അറസ്റ്റ് ചെയ്തു. 150-ലധികം പേർക്കെതിരെ കുറ്റം ചുമത്തി. ഈ കലാപങ്ങൾക്ക് ഇന്ധനം നൽകിയ തെറ്റായ വിവരങ്ങളുടെ പ്രചാരണം തടയാൻ സോഷ്യൽ മീഡിയ കമ്പനികളുമായി സർക്കാർ അടുത്തു പ്രവർത്തിക്കുന്നു. സൗത്ത് പോർട്ടിൽ ആരംഭിച്ച ഈ ഹൃദയഭേദകമായ ദുരന്തം ഒരു ദേശീയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു. തെറ്റായ വിവരങ്ങൾ, പ്രത്യേകിച്ച് ദുഷ്പ്രേരിതരായവരാൽ പ്രചരിപ്പിക്കുമ്പോൾ എത്രത്തോളം അപകടകരമാണെന്ന് ഇത് കാട്ടിക്കൊടുക്കുന്നു. എന്നാൽ ഇത് ഒരു പ്രതിരോധത്തിന്റെ കൂടെ കഥയുമാണ്. വെറുപ്പിനെതിരെ നിലകൊള്ളാനും പുനർനിർമ്മിക്കാനും സമൂഹങ്ങൾ ഒന്നിച്ചു ചേർന്നു നിൽക്കുന്ന സഹവർത്തിത്വത്തിന്റെ കഥ. We'll continue to follow this story as it develops. If you found this video informative, please like, share, and subscribe to stay updated on important issues like this. And remember, always question the information you see online. Don't let falsehoods drive our world into chaos.